നമ്മളെല്ലാവരും വീട് വാട്ടർ പ്രൂഫിങ് ചെയ്യണം എന്ന് പറയണത് എപ്പോഴും റൂഫ് വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുക നമ്മൾ ഫുള്ളി വാട്ടർ പ്രൂഫിങ് ചെയ്തു എന്ന്. പക്ഷേ അതൊരു ജസ്റ്റ് ഒരു ഘടകം മാത്രമാണ് നമ്മൾ റൂഫ് വാട്ടർ പ്രൂഫിങ്. അത് കൂടാണ്ട് നമ്മൾ എപ്പോഴും ഒരു പുതിയ വീട് നിർമ്മിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫൗണ്ടേഷനിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് DPC എന്ന് പറഞ്ഞുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ലേറ്റർ സ്റ്റേജിൽ നമ്മുടെ ഭൂമിൻ്റെ അടിയിൽ നിന്നുള്ള വെള്ളം അത് മേളിലേക്ക് വന്ന് കാപ്പിലറൈസ് ആയിട്ട് ഡാംനെസ്സും മറ്റ് ഇഷ്യൂസിലേക്കും ലീക്കേജ് പോലത്തെ മറ്റ് ഇഷ്യൂസിലേക്കും കടക്കും. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ഘടകങ്ങളാണ് നമ്മുടെ വെറ്റ് ഏരിയാസ്. ഇപ്പോൾ വെറ്റ് ഏരിയാസ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഒന്നാമത്തത് ബാത്റൂമാണ്, പിന്നെ കിച്ചനാണ്. അപ്പോൾ ഇങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള വെള്ളം കൂടുതൽ വന്ന പ്രതലങ്ങളെല്ലാം നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ചെയ്തില്ലെങ്കിൽ ലീറ്ററിൽ ഇതിൽ നമ്മൾ ഇപ്പോൾ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കോസ്റ്റിനെ കാട്ടാം 10 ഇരട്ടി പിന്നീട് ചിലവാക്കേണ്ടി വരും. അത് സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ഒരു ബാത്റൂമിൽ നിങ്ങൾ വാട്ടർ പ്രൂഫിങ് ചെയ്തില്ല, ലേറ്റർ സ്റ്റേജിൽ ഒരു 5-10 ഇയേഴ്സിന് ശേഷം നിങ്ങൾക്ക് അവിടെ കംപ്ലയിൻറ്റ്സ് വന്നു, അപ്പുറത്തെ വാൾസിൽ ഡാമേജ് കാര്യങ്ങളെല്ലാം വന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അതിന് സൊല്യൂഷൻ ചെയ്യാൻ പറ്റും? ആ ടൈല് പൊട്ടിക്കണം, ആ സ്ക്രീഡ് ചെയ്ത് പൊട്ടിക്കണം. അപ്പോൾ അഡീഷണൽ കോസ്റ്റാണ് വന്നത്. നേരെ മറിച്ച് നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വാട്ടർ പ്രൂഫിങ് കറക്റ്റ് ഓതറൈസ്ഡ് ആപ്ലിക്കേറ്ററിനെ വെച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കില്ല.